Good morning, students. Next topic a generic process model. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്കാണ് ജനറിക് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 31 കേട്ടോ. A process was defined as a collection of work activities, actions and tasks that are performed when some work product is to be created. Each of these activities, actions and tasks reside within a framework or model that defines their relationship with the process and with one another. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു എന്താണ് ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേയധികം ആക്ടിവിറ്റീസിന്റെയും ആക്ഷൻസിന്റെയും ടാസ്കുകളുടെയും കളക്ഷൻ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറേയധികം ആക്ടിവിറ്റീസ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ പല ഫേസുകൾ വരുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് വരുന്ന കാര്യം പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ ജനറിക് പ്രോസസ് മോഡലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. A generic process framework for software engineering defines 5 framework activities: communication, planning, modeling, construction, and deployment. In addition, a set of umbrella activities: project tracking and control, risk management, quality assurance, configuration management, technical reviews, and others are applied throughout the process. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ 5 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസുകൾ കൂടാതെ നമ്മൾ അംബ്രല്ല ആക്ടിവിറ്റീസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ, അതായത് റിസ്ക് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷ്വറൻസ് അങ്ങനെയൊക്കെ പറയുന്ന കുറേയധികം അംബ്രല്ല ആക്ടിവിറ്റീസും കൂടെ നമ്മൾ എവിടെ ചെയ്യുന്നുണ്ടായിരുന്നു? ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് this aspect called process flow describes how the framework activities and the actions and tasks that occur within each framework activity are organized with respect to sequence and time. അതായത് നമ്മൾ പറഞ്ഞു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് അകത്ത് അല്ലെങ്കിൽ അംബ്രല്ല ടാസ്കുകൾക്കകത്ത് പല ആക്ടിവിറ്റീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ പ്രോസസ് ഫ്ലോ ഡിസ്ക്രൈബ് ചെയ്തില്ല. പ്രോസസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിനും അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റികൾ ടൈമിനനുസരിച്ച് എങ്ങനെയാണ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് പ്രോസസ് ഫ്ലോ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോസസ് ഫ്ലോകളെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലീനിയർ പ്രോസസ് ഫ്ലോ, ഐറ്ററേറ്റീവ് പ്രോസസ് ഫ്ലോ, ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ ആൻഡ് പാരലൽ പ്രോസസ് ഫ്ലോ. ഇനി ഇതിനു മുമ്പ് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നോക്കിക്കേ. സോഫ്റ്റ്വെയർ പ്രോസസ്സിന്റെ ഒരു ഡയഗ്രമാറ്റിക് ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡയഗ്രം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. നോക്കി, ഇതാണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നതിന്റെ ഫിഗർ. അത് എന്തൊക്കെ കൂടുന്നതാണ്? കുറേയധികം ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അംബ്രല്ല ആക്ടിവിറ്റീസുകളുടെ ഒരു കളക്ഷൻ ആണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഫ്രെയിംവർക്കിനകത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, ഡിപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്ന കുറേയധികം ടാസ്കുകൾ വരും. അത് കൂടാതെ അംബ്രല്ല ആക്ടിവിറ്റീസിനകത്ത് കുറേയധികം ടാസ്ക് സെറ്റുകളും കൂടെ വരും. അപ്പൊ ഇതാണ് ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗർ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനിയാണ് നമ്മൾ എന്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്? പ്രോസസ്സിന്റെ ഫ്ലോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസുകൾ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 4 ആയിട്ടാണ് നമ്മൾ പ്രോസസ് ഫ്ലോനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ് ലീനിയർ പ്രോസസ് ഫ്ലോ, സെക്കൻഡ് ഐറ്ററേറ്റീവ് പ്രോസസ് ഫ്ലോ, തേർഡ് ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ്? പാരലൽ പ്രോസസ് ഫ്ലോ. അപ്പൊ ഓരോന്നും എന്താന്നുള്ള കാര്യം നോക്കാം. അതിനുശേഷം ഇതിന്റെ ഫിഗർ താഴെ തന്നിട്ടുണ്ട്. A linear process flow executes each of the 5 framework activities in sequence, beginning with the communication and culminating with the deployment. അതായത് ലീനിയർ പ്രോസസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ഈ 5 ആക്ടിവിറ്റീസുകൾ 1 by 1 ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഇത് എക്സിക്യൂട്ട് ആവുന്നത്. ആദ്യം കമ്മ്യൂണിക്കേഷൻ വരുന്നു, രണ്ടാമത് പ്ലാനിങ് വരുന്നു, അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രോസസ് ഫ്ലോ ആണ് ഏത്? ഐറ്ററേറ്റീവ് പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. An iterative process flow repeats one or more of the activities before
പ്രൊസീഡിങ് ടു ദ നെക്സ്റ്റ്. അപ്പൊ ഐട്രേറ്റീവിനകത്ത് ആ പേരിനകത്ത് പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ്, ഒന്നോ അതിലധികമോ ആക്ടിവിറ്റീസ് ചിലപ്പം ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോകുന്നത്. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ 2 പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും ചിലപ്പം രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ടുള്ള പ്ലാനിങ്ങിലോട്ട് പോകുന്നത്. ചിലപ്പം കമ്മ്യൂണിക്കേഷനും പ്ലാനിങ്ങും 2 പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്നത്, മോഡലിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണ്, അതായത് ഓരോ പ്രോസസ്സുകളും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റികളും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോകുന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏത്, ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ. ആൻ ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ എക്സിക്യൂട്ട്സ് the activities in a circular manner. Each circuit through the 5 activities leads to a more complete version of the software. അപ്പൊ ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോയ്ക്കകത്ത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്, സർക്കുലർ മാനറിലായിരിക്കും. അതായത് ആദ്യമേ കമ്മ്യൂണിക്കേഷൻ വരുന്നു, അതിനുശേഷം പ്ലാനിങ് വരുന്നു, അതിനുശേഷം മോഡലിംഗ് വരുന്നു, അതിനുശേഷം കൺസ്ട്രക്ഷൻ വരുന്നു, അതിനുശേഷം ഡിപ്ലോയ്മെന്റ് വരുന്നു. ആ ഡിപ്ലോയ്മെന്റ് വീണ്ടും എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, അടുത്ത കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടാസ്കിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. വീണ്ടും പ്ലാനിങ് എന്ന് പറഞ്ഞ് ഈ ഒരു രീതിയിൽ സർക്കുലർ മാനറിലായിരിക്കും അതിന്റെ ഒരു ഫ്ലോ വരുന്നത്. അപ്പൊ ഓരോ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ പ്രോസസ്സ് കൂടുതൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അപ്ഡേഷൻ ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഫ്ലോ ആണ് ഏത്, പാരലൽ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. എ പാരലൽ പ്രോസസ് ഫ്ലോ എക്സിക്യൂട്ട്സ് one or more activities in parallel with other activities. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, പാരലൽ പ്രോസസ് ഫ്ലോ, ആ പേരിനകത്ത് തന്നെയാണ്. എങ്ങനെയായിരിക്കും, ഒന്നിലധികം ആക്ടിവിറ്റീസ് പാരലൽ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന കൂടെ തന്നെ ചിലപ്പം പ്ലാനിങ് കൂടെ നടക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും പ്ലാനിങ് കൂടെ നടക്കുന്ന കൂടെ തന്നെയായിരിക്കും ചിലപ്പം മോഡലിംഗ് നടക്കുന്നത്. അതായത് ഒന്നിലധികം ആക്ടിവിറ്റീസ് അറ്റ് എ ടൈമിൽ തന്നെ പാരലൽ മാനർ തന്നെ എക്സിക്യൂട്ട് ആവുന്ന ഒരു ഫ്ലോ ആണ് ഏത്, പാരലൽ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇതാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്, ഓരോ പ്രോസസ് ഫ്ലോകളുടെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ലീനിയർ പ്രോസസ് ഫ്ലോ ആണ്. നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ ആദ്യം വന്നു, പ്ലാനിങ് രണ്ടാമത്, മോഡലിംഗ് മൂന്നാമത്, കൺസ്ട്രക്ഷൻ നാലാമത്, ഡിപ്ലോയ്മെന്റ് അഞ്ചാമത്. ആ ഒരു ഓർഡർ തന്നെയാണ് കറക്റ്റ് ലീനിയറിനകത്ത് ആ ഫ്ലോ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മോഡൽ ഏതായിരുന്നു, നമ്മുടെ ഐട്രേറ്റീവ് പ്രോസസ് ഫ്ലോ. അപ്പൊ അവിടെ വന്നിരിക്കുന്നത് നോക്കിയേ, കമ്മ്യൂണിക്കേഷനും പ്ലാനിങ്ങും റിപ്പീറ്റ് ആയിട്ട് വന്നതിന് ശേഷമാണ് അടുത്ത ഒരു ആക്ടിവിറ്റിയിലോട്ട് പോയിരിക്കുന്നത്. ഇനി അവിടെ നോക്കിയേ, മോഡലിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷമാണ് കൺസ്ട്രക്ഷനിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ വരെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു, വീണ്ടും കമ്മ്യൂണിക്കേഷൻ തൊട്ട് പ്ലാനിങ് മോഡലിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആയതിനു ശേഷമാണ് ലാസ്റ്റ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഐട്രേറ്റീവിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ എങ്ങനെ ഫ്ലോ എന്ന് പറഞ്ഞാല് റിപ്പീറ്റേറ്റീവ് ആയിട്ടായിരിക്കും ഓരോരോ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത്. അത് ആ ഓരോ പ്രൊജക്ടിന്റെ നേച്ചർ അനുസരിച്ചായിരിക്കും ഏതൊക്കെ ആക്ടിവിറ്റികളാണ് റിപ്പീറ്റ് ആയിട്ട് വരേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ മോഡലാണ് ഏത്, ഇവല്യൂഷണറി പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവല്യൂഷണറിക്കകത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ്, സർക്കുലർ മാനറിലാണ് അവിടുത്തെ പ്രോസസ്സിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ തുടങ്ങി, രണ്ടാമത് പ്ലാനിങ് വന്നു, മൂന്നാമത് മോഡലിംഗ് വന്നു, നാലാമത് കൺസ്ട്രക്ഷൻ വന്നു, അഞ്ചാമത് ഡിപ്ലോയ്മെന്റ് വന്നു. അപ്പൊ ഇവിടെ കൊണ്ട് നമ്മുടെ ആ സോഫ്റ്റ്വെയറിന്റെ ഒരു ഫേസ് കംപ്ലീറ്റ് ആവുക. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് അവിടെ റിലീസ് ചെയ്തു. ഇനി അടുത്ത വീണ്ടും നമ്മൾ ഏതിലോട്ട് തന്നെ പോകുന്നത്, കമ്മ്യൂണിക്കേഷനിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. വീണ്ടും പ്ലാനിങ്ങും മോഡലിംഗ് കൺസ്ട്രക്ഷൻ ഡിപ്ലോയ്മെന്റിലോട്ട് വരുന്നു. അവിടെ നമ്മൾ എന്ത് റിലീസ് ആവുന്നു, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അടുത്ത ഇൻക്രിമെന്റ് ആണ് നമ്മൾ റിലീസ് ആവുന്നത്, അല്ലെങ്കിൽ അടുത്ത അപ്ഡേഷൻ ആണ് നമ്മൾ റിലീസ് ആവുന്നത്. അപ്പൊ ഓരോ തവണ ഈ സർക്കിളിനകത്ത് കറങ്ങി വരും തോറും നമ്മുടെ സോഫ്റ്റ്വെയർ കൂടുതലും കംപ്ലീറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത മോഡൽ ഏതാ, അടുത്ത പ്രോസസ് ഫ്ലോ ഏതാണ്, പാരലൽ പ്രോസസ് ഫ്ലോ. ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയാൽ പാരലിനകത്ത് എന്താ പ്രത്യേകത, ഒന്നിലധികം ആക്ടിവിറ്റീസ് പാരലൽ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇവിടെ തന്നെ നോക്കി, കമ്മ്യൂണിക്കേഷനും പ്ലാനിങ്ങും നടക്കുന്ന കൂടെ തന്നെയാണ് ഏത് നടക്കുന്നത്, മോഡലിംഗ് നടക്കുന്നത്. അപ്പൊ മോഡലിംഗ് നടന്ന് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ നടക്കാൻ തുടങ്ങി, കൺസ്ട്രക്ഷനും ഡിപ്ലോയ്മെന്റും കൂടെ നടക്കാനായിട്ട് തുടങ്ങി. ഒന്നിലധികം ആക്ടിവിറ്റീസ് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫ്ലോ ആണ് ഏത്, പാരലൽ പ്രോസസ് ഫ്ലോ. അപ്പൊ ഈ ഫിഗറും ഓരോ പ്രോസസ് ഫ്ലോയുടെ ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനിയാണ് നമ്മൾ
അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ജനറിക് പ്രോസസ് മോഡലിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജനറിക് പ്രോസസ് മോഡലിനകത്ത് നമ്മുടെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ അംബ്രല്ല ആക്ടിവിറ്റീസും ഈ പ്രോസസ് ഫ്ലോകളെയും കൂടെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റീസുകൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ അതിന്റെ കാര്യങ്ങളാണ് ഈ മോഡലിനകത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഡിഫൈനിങ് എ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി. ജനറിക് പ്രോസസ് മോഡലിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഡിഫൈനിങ് എ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി. What actions are appropriate for a framework activity given the nature of the problem to be solved, the characteristics of the people doing the work and the stakeholders who are sponsoring the project. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറിക് പ്രോസസ് മോഡലിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് എന്ത്? നമ്മുടെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മുടെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രൊജക്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തും കൂടെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പ്രൊജക്ടിന്റെ വർക്കിന്റെ ഒരു നേച്ചർ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആരാണ് ഈ പ്രൊജക്ട് സ്പോൺസർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, അതുപോലെ തന്നെ അംബ്രല്ല ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് വരുന്ന കസ്റ്റമറിന്റെ ഒരു ബേസും കൂടെ നമ്മൾ അറിഞ്ഞതിന് ശേഷമായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്താണ്? ഇവിടെ തന്നെ പറയുന്നുണ്ട്, അതായത് ഇപ്പം ഒരു സിംഗിൾ യൂസർ ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു സിംഗിൾ കസ്റ്റമർ ആണ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന, നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനകത്ത് ജസ്റ്റ് ഒരു ഫോൺ കോൾ മതിയായിരിക്കും ആ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സിംഗിൾ യൂസർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നിരിക്കുന്നത്. ഒന്നാമത് എന്ത് ചെയ്യണം? മേക്ക് എ കോണ്ടാക്ട് വിത്ത് സ്റ്റേക്ക് ഹോൾഡർ വിയ ടെലഫോൺ വഴി നമ്മൾ ആ കസ്റ്റമറുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. രണ്ടാമത് ഡിസ്കസ് റിക്വയർമെന്റ്സ് ആൻഡ് ടേക്ക് നോട്ട്സ്. അയാളുടെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നീഡ് മനസ്സിലാക്കുക, അത് നമ്മൾ നോട്ട്സ് ആക്കി കുറിച്ചെടുക്കുക. അടുത്തതിന് ശേഷം ഓർഗനൈസ് നോട്ട്സ് ഇൻ ടു എ ബ്രീഫ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് റിക്വയർമെന്റ്. നമ്മൾ ആ നോട്ട്സുകളെ എല്ലാം നല്ല ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക. ഏതൊക്കെ റിക്വയർമെന്റ്സ് എപ്പോഴൊക്കെ വരണം, ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഓർഡർ ചെയ്യുക. ഇനി അടുത്തത് ഇമെയിൽ ടു സ്റ്റേക്ക് ഹോൾഡർ ഫോർ റിവ്യൂ ആൻഡ് അപ്രൂവൽ. നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് റിക്വയർമെന്റ്സ് സ്വീകരിച്ചു, നമ്മുടേതായ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തു, അതിനുശേഷം ഫൈനലൈസ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെ മതിയോ എന്നുള്ള കാര്യം നമ്മൾ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ഡിഫൈൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു സിംഗിൾ കസ്റ്റമർ ആണ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൊജക്ട് ആവശ്യമായിട്ട് വരുന്നതെങ്കിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതേസമയം ഒന്നിലധികം സ്റ്റേക്ക് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോർപ്പറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ ഒക്കെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി തന്നെ എൻ്റയർ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് പോകും. അപ്പൊ അവിടെ നമ്മളൊരു ഫോൺ കോൾ വഴി നമുക്ക് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്താൽ മാത്രം പോരായിരിക്കും. നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അതായത് ആ മെത്തേഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസെപ്ഷൻ, എലിസിറ്റേഷൻ, എലാബറേഷൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഓരോ പ്രൊജക്ടിന്റെയും നേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? നമ്മുടെ ഫ്രെയിംവർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. സിംഗിൾ യൂസർ ആണെങ്കിൽ നമ്മൾ ഒരു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മറ്റൊരു ഫ്രെയിംവർക്ക് ആയിരിക്കണം ഡിഫൈൻ ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ. ജനറിക് പ്രോസസ് മോഡലിനകത്തെ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇതാണ്.